ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ വേഗത്തിൽ ഉയർച്ചയിലേക്ക് എത്തിച്ചേരണമെന്ന് ചിന്തിച്ചുകൊണ്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരായിട്ടുള്ള ഈ പൂയം നക്ഷത്രക്കാർക്ക്, ബുദ്ധിപരമായിട്ട് പരിശ്രമിക്കുന്നവരായിട്ടുള്ള ഈ പൂയം നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും വളരെയധികം ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് ബുധനും ചൊവ്വയും രാഹുവുമെല്ലാം അഷ്ടമഭാവസ്ഥിതി വരുന്നതുകൊണ്ടും സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിനാണെങ്കിൽ ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ഈ പൂയം നക്ഷത്രക്കാരിൽ ഈ മാർച്ച് മാസത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ, ആരോഗ്യ പരിപാലനത്തിൽ, ജീവിത അനുഷ്ഠാനങ്ങളിലെല്ലാം ശ്രദ്ധിക്കണം. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ ഈ ഒരു സമയങ്ങളിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ നോക്കണം. അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു സമയങ്ങളിൽ. പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ളതായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിലും നഷ്ടം വരാതെ നോക്കണം. അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ വളരെ ശ്രദ്ധിക്കണം ഈ മാർച്ച് മാസത്തിൽ. വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധനും 5ാം ഭാവനാഥനായിരിക്കുന്ന ചൊവ്വയ്ക്കും അഷ്ടമഭാവസ്ഥിതി വരുന്നതുകൊണ്ടും ഈ സമയത്ത് ജ്ഞാനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്നതായ വ്യാഴത്തിനും ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അലസത വരാതെ, ക്ഷീണം വരാതെ നോക്കണം. അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. ഇനി കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്ന പക്ഷം കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. നിവൃത്തിനാഥനായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതും സുഖനാഥനും ശയനകളത്രകാരകനുമായിരിക്കുന്നതായ ശുക്രനും ഉച്ചബലത്തോടു കൂടിയിട്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ബിസിനസ് സംബന്ധമായിട്ട്, കർമ്മ സംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. എന്നാലോ കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ രാഹുവുമായിട്ട് അഷ്ടമഭാവത്തിൽ യോഗം ചെയ്യുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് ഈ ഒരു സമയങ്ങളിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ പൂയം നക്ഷത്രക്കാർ വിഷ്ണു ക്ഷേത്രത്തിൽ ഈ മാർച്ച് മാസത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും സഹസ്രനാമ അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ ഗുണം ചെയ്യും. ഇനി പൊതുവെ ഈ പൂയം നക്ഷത്രക്കാർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ദേവിയെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ വിശേഷിച്ച് ദേവീക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും അനുകൂലമായിട്ട് കാണുന്നുണ്ട്.